ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ജീവിതത്തിലെ മഹത്തായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയുണ്ട്? അല്ല, കാഴ്ച എന്ന് പറയുന്നത് മഹത്തരമല്ലേ? അതിനെക്കുറിച്ച് മറ്റെന്താണ് പിന്നെ നഷ്ടപ്പെടാനുള്ളത്? അതിനപ്പുറം വേറെന്തോ ഉള്ളത്? അത് കാഴ്ച ഉള്ളവൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ തളർന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ? തളർന്നു എന്ന് തോന്നിയിട്ട് പലപ്പോഴും ഇൻ്റർവ്യൂക്ക് ഗസ്റ്റ് അധ്യാപനമായിട്ടൊക്കെ പോകുമ്പോൾ ജോലി കിട്ടാതിരുന്നപ്പോൾ നമുക്കൊന്നും പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമൂഹം ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഒരു പൊതു സമൂഹം എപ്പോഴും പറയുന്നത് ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ, ഒരു അന്ധൻ എന്നൊരു പ്രയോഗമാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. കാഴ്ചയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരെ പൊട്ടക്കണ്ണൻ എന്നുള്ളൊരു വിളി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങൾ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ഗവേഷണാത്മകമായ പഠനത്തിൻ്റെ അടക്കമുള്ള അതിൻ്റെ ഉന്നതിയിൽ ലഭിക്കുന്ന ഡിഗ്രിയാണ്. ഇതൊരു അക്കാഡമിക് എക്സസൈസായിട്ട് എടുക്കുന്നവരുണ്ട്, തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, കൂലിക്ക് ആളിനെ വെച്ച് എഴുതിക്കുന്നവരുണ്ട്, പിന്നെ അലങ്കാരമായി വാങ്ങുന്നവരുണ്ട്, പിന്നെ പഠിച്ചില്ലെങ്കിലും ഇന്ന് ഡോക്ടറേറ്റ് സമ്മാനമായി ലക്ഷങ്ങൾ മുടക്കി ആർക്കും നൽകുന്ന വിപണിയിൽ ലഭിക്കുന്ന ഒരു കാലത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അക്കാഡമിക് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനപ്പുറത്ത് സ്വന്തം ജീവിതത്തിൻ്റെ കയ്യൊപ്പുകളുടെ കാര്യക്ഷമത എന്നൊക്കെ സാധാരണ വിശേഷിപ്പിക്കുന്ന പോലെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ ഒരു 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 ആഴങ്ങളിലേക്ക് വെളിച്ചം കയറാത്ത കണ്ണുകളിൽ എന്നാൽ വെളിച്ചം അങ്ങനെ ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുന്ന ഹൃദയവുമായി ഒരു വിഷയത്തെ സമീപിച്ച ആളാണ് എന്നോടൊപ്പം ഉള്ളത്. ഡോക്ടർ അസ്ഹർ എസ് എന്ന നാട്ടകം ഗവൺമെൻറ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസ്ഹർ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം എന്നെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഈ നമ്മളിന്ന് പറയുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭിന്നശേഷി എന്നൊക്കെ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ പറയുന്ന വാക്കുകളിൽ അതിൻ്റെ ഒരു വൈബും പൾസും ജീവനും ആത്മാവുമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധ വിഷയം പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ഇൻ കേരള, എ സ്റ്റഡി ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ്. ഇതാണ് സബ്ജക്റ്റ്. ഇതൊരു ലിമിറ്റഡ് സ്കോപ്പുള്ള ഒരു തീസിസാണ്. അതിൻ്റെ ഒരു ചെറിയ യൂണിവേഴ്സിൽ നടത്തിയ ഒരു പഠനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങളും കാഴ്ചപ്പാടും അറിവുകളുമൊക്കെ അതിനേക്കാൾ വലുതാണ്. വളരെ കുറച്ച് സമയം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ തിരുത്തി കാണേണ്ട, തിരുത്തി വായിക്കേണ്ട ഒരുപാട് സംഗതികൾ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, കേൾക്കാം. എല്ലാവരെയും ഞാൻ ഈ വേറിട്ട അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ആമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ സാർ യോജിക്കുന്നുണ്ടാവും? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ സാറ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ. സാറിൻ്റെ ഒരു ഇപ്പോൾ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തിക വരെ എത്തുന്ന ആ ഒരു യാത്ര, അല്ലെങ്കിൽ ഈ പറയുന്ന ജന്മനാ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു പരിമിതി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെയും പരിമിതർ എന്ന് വിളിക്കുന്നവരുടെ ഒരു പരിമിതിയെ സംബന്ധിച്ച കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് എന്താണ് സാറിനെന്ന്? യഥാർത്ഥത്തിൽ പരിമിതി എന്ന ഇത് ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ കാഴ്ച പരിമിതിയുള്ള ആളാണ്. 1980 ഞാൻ ജനിക്കുന്നത്. ഞാൻ 6 വയസ്സിലായപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഞാൻ 1 മുതൽ 10 വരെ നാട്ടിൻ്റെ അടുത്തൊരു സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ സ്കൂളാണ്. അപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ബ്ലൈൻഡിന് പ്രത്യേക സ്കൂളുണ്ട്, അവിടെ പോയി പഠിക്കണം എന്നാണ് പറഞ്ഞു. പക്ഷെ അവിടെ പോയി പഠിക്കുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ തന്നെ 1 മുതൽ 10 വരെ പഠിക്കുകയും പരിമിതിയും ട്യൂഷനും അവിടെ തന്നെ തുടങ്ങി. കാരണം ഒരു സഹതാപ മനോഭാവമായിരുന്നു ആ സമയങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ ആദ്യം എഴുതാൻ കഴിഞ്ഞില്ല. കാരണം സ്ക്രൈബിനെ കൊണ്ടുവരണം, നമ്മൾ കൊണ്ടുവരണം, വീട്ടുകാരടുത്ത് പറയണമെന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ബോധ്യമില്ല, ടീച്ചേഴ്സ് അത് കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞതുമില്ല. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ 2ാമത്തെ വർഷമാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിച്ചു. ഡിഗ്രി അവിടെ പഠിച്ചു. MA കാര്യവട്ടം ക്യാമ്പസിൽ 2001-03 കാലഘട്ടത്തിൽ പഠിച്ചു.
അപ്പോഴൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായി. ആളുകളൊക്കെ നമ്മളെ ഈ പറഞ്ഞ പരിമിതിക്കപ്പുറം, കാഴ്ച പരിമിതിക്കപ്പുറം ഒരു പൊതുസമൂഹം നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതായത് പ്രീ ഡിഗ്രി, ഡിഗ്രി, PG ഒക്കെ കാലഘട്ടമായപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠനം കഴിഞ്ഞു. BEd പഠിച്ചു 2005. ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ആകണം എന്നൊരാഗ്രഹത്തിലാണ് BEd ഒക്കെ ചെയ്തത്. അതിനുശേഷം പിന്നെ 2007 ജൂണിൽ നെറ്റ് എഴുതി, കോളേജിൽ കിട്ടി. ആ ഒരു പൊതു സമൂഹം എപ്പോഴും പറയുന്നത് ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ, ഒരു അന്ധൻ എന്നൊരു പ്രയോഗമാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. കാഴ്ചയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരെ പൊട്ടക്കണ്ണൻ എന്നുള്ളൊരു വിളി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങൾ. അതിനുശേഷം ഉപജീവനം എന്ന നിലയിൽ 2001 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു STD ബൂത്തൊക്കെ തുടങ്ങി. അന്ന് കാഴ്ചയില്ലാത്തവർ നടത്തുന്ന STD ബൂത്തൊക്കെയാണ്. അതൊക്കെ നാട്ടിൽ നടത്തുകയും പിന്നെ ആളുകളൊക്കെ അന്നത്തെ സഹായിച്ച് ടെലിഫോൺ ബില്ലൊക്കെ അടച്ച് കൊടുക്കുമായിരുന്നു, കറണ്ട് ബില്ല് അടച്ച് കൊടുക്കുമായിരുന്നു. അത് കൂടാതെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുമായിരുന്നു. അത് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് മാറ്റർ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ചൂഷണം, അതായത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞാൻ പാർട്ടി ഒന്നും പറഞ്ഞ് ഞാനൊരു 3-4 ദിവസം അനൗൺസ്മെൻറ്റ് പോയി ഒരു പാർട്ടിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ബില്ല് മാറിയില്ല, ബില്ല് മാറാത്തതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ഇല്ല, അതൊക്കെ അറിയാവുന്നതാണ്. മറ്റൊരിക്കൽ ഭക്ഷണമൊക്കെ തന്നെ. മറ്റൊരിക്കൽ ഇതുപോലെ പിന്നെ വേറൊരു ആൾക്ക് അനൗൺസ്മെൻറ്റ് പോയി. അത് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ്, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്വീകരണത്തിൻ്റെ സമയത്തുള്ള അനൗൺസ്മെൻറ്റാണ്. അപ്പോൾ പോയി രാത്രിയായി, വൈകുന്നേരം വന്നപ്പോൾ ഭയങ്കര മഴയും പ്രശ്നം, കറണ്ടും ഇല്ല, എല്ലാവരും പോയി. അപ്പോൾ എന്നെ ആ കൊണ്ടുപോയവരും ഇല്ല, വിളിച്ചുകൊണ്ടൊന്നും. അവസാനം ഒരു ഓട്ടോ വിളിച്ച് വേറെ ഒരു സുഹൃത്ത് എന്നെ വീട്ടിൽ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അവരൊക്കെ വന്ന് പറഞ്ഞു പാർട്ടി യൂണിറ്റ് രൂപീകരിക്കണം, സഹകരിക്കണം എന്നെല്ലാം പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം, പഠിച്ചൊരു നിലയിലെത്തണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറെ അക്കാഡമിക സമൂഹത്തിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുമെന്നതിലാണ് ഞാൻ PSC പരീക്ഷയ്ക്ക് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. ഇങ്ങനെ ഒരു തീസസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആ ഒരു ഇമ്പാക്റ്റ്, ഒരു എത്നോഗ്രഫിക്കലായിട്ടുള്ളൊരു കാര്യത്തെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തന്നെ പ്രധാനമായിട്ട് എടുക്കാൻ കാരണം. ഈ ബാല്യത്തിലും കൗമാരത്തിലും ആ കാലഘട്ടത്തിലൊക്കെ ഒറ്റപ്പെടലോ തിരസ്കരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്തവണ്ണം ചേർത്ത് പിടിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ട്? എനിക്ക് ആ സമയത്ത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വളരെ നമ്മളൊരു കോൺഫിഡൻഷ്യലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ വേറെ ആളെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടാവാറുള്ളൂ. ഞാൻ കാഴ്ചയില്ലാത്ത ഒരാളാണോ എന്നൊക്കെ ഒരു ചിന്ത. വീട്ടിൽ തന്നെ ഇരിക്കുകയും പിന്നെ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്തു. ആദ്യം സഹതാപ മനോഹരമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു അധ്യാപകനുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് 5 കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് PDC സമയത്താണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് മറിഞ്ഞു വീണു. അപ്പോൾ ക്ലാസ്സിൽ ചെല്ലാൻ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ജനലിൻ്റെ സൈഡ് സീറ്റ് കിട്ടില്ല. ഞാൻ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സാർ എന്നെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. സാറ് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അസ്ഹർ എന്നാണ് പേര്. അപ്പോൾ സാറ് ക്ലാസ്സിൽ പറഞ്ഞു, അസ്ഹറിനെ പോലെ ശ്രമിക്കുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആ സാറിൻ്റെ പേര് J. തോമസ് എന്നാണ്. പുള്ളി തിരുവനന്തപുരത്ത് മാർവിയനസ് കോളേജ് അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയറായി. അദ്ദേഹം അന്നും ഇന്നും ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ വീട്ടിൽ കല്യാണത്തിനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് വരികയും പോവുകയും ഈ അടുത്ത് എനിക്കൊരു പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുന്നു. അപ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് ഉയർത്തുന്നതിൽ അതൊരു വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലും ഒരു സംഘശക്തി, ആരോ ആയിക്കോട്ടെ, ഏതൊരു മനുഷ്യനായാലും അവർക്കൊരു ഗ്രൂപ്പ്, ഒരു സംഘം, ഒരു സംഘടന ഒരു വലിയ പ്രധാന ഘടകമാണ്. എന്നെ അങ്ങനെ ഫോക്കസ് ചെയ്തൊരു സംവിധാനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ഞാൻ 10ാം ക്ലാസ്സിലാണ് അതിൽ മെമ്പറാവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മാത്രമല്ലല്ലോ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ കാഴ്ചപരിമിതരുണ്ട്, പലരും പല മേഖലയിൽ എത്തുന്നുണ്ട്. നമുക്കൊരു ബോധം ഉണ്ടാവുകയും അങ്ങനെ ചെറിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും അങ്ങനെ പഠനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നുണ്ട്. കാരണം അതൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു ഉയർന്ന ഒരു നിലയിലെത്തിക്കാൻ പ്രധാന കാരണം. അതൊക്കെയായിരുന്നു സാർ. ഈ കുടുംബം എങ്ങനെ ഉണ്ടായിരുന്നു സാറിനോടൊപ്പം വിവാഹം കഴിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ? വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. 2007 വിവാഹം നടന്നത്. പിന്നെ ഭാര്യയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അന്നൊരു ജോലിയില്ല. എനിക്ക് ജോലി മേടിക്കേണ്ടത് അവരുടെയും കൂടെ ഒരു ആവശ്യമാണ്, അനിവാര്യത. അത്രയും വൈഫും PG പൊളിറ്റിക്കൽ സയൻസാണ്. എനിക്ക് PSCക്ക് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുക, പഠിപ്പിക്കുക. എവിടെ പോകണമെങ്കിലും എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ കൂടെ എല്ലാ PSC എക്സാമിനും കൂടെ വരും, ഏത് ഇൻ്റർവ്യൂവിനും കൂടെ വരും. പിന്നെ
അത്രയും നല്ല രീതിയിലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. മറ്റൊരു കാര്യം ഇതിനകത്ത്, ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച സ്കൂളിൽ 2 തവണ ഗസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി ഹയർ സെക്കൻഡറിയിൽ. അവർ ജോലി തന്നില്ല. അപ്പോൾ അവിടെ പറഞ്ഞത് കാഴ്ചയില്ലാതെ ജോലി ചെയ്യാൻ പാടാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹയർ സെക്കൻഡറി ജൂനിയർ ആയിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റിംഗ് ഞാൻ ആ സ്കൂളിൽ തന്നെയാണ് വാങ്ങിച്ചത്. 1 വർഷം ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്തു, 1 വർഷം. പിന്നെ ഹയർ സെക്കൻഡറി സീനിയർ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം. ഞാൻ നേരെ കോഴിക്കോട് പുതിയാപ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി. അവർ ഭയങ്കര ദൂരെ വല്ല പ്രശ്നമുള്ള സ്കൂളാണ് ഫിഷറീസ് ഹയർ സെക്കൻഡറി. ഏറ്റവും മോശപ്പെട്ട ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കുട്ടികളെ പഠനം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പഠിപ്പിക്കും. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററായി. അത്യാവശ്യം അവിടെ 5-6 ക്ലാസ്സുകൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ കൊണ്ടെടുത്തു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ ക്ലാസ്സിൽ ചെന്നപ്പോൾ ആലിലക്കണ്ണ എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടാണ് എന്നെ കുട്ടികൾ സ്വീകരിച്ചത്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മളവിടെ പിടിച്ച് നിൽക്കുക, ആ കുട്ടികളുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ആ സ്കൂളിലേക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ മക്കൾ 3 പേരായിരുന്നു മക്കൾ. മോൻ മൂത്ത മകനാണ്. പിന്നെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് 1ലാണ്. മകൻ ഇപ്പം ഇല്ല, മരണപ്പെട്ടു പോയി. 1 വർഷം ആവുന്നേ ഉള്ളൂ. മോനാണ് എൻ്റെ PhDക്കൊക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ശ്രമിച്ചപ്പോഴാണ് ഈ ഒരു വർക്ക് ഇത്ര ആയിട്ടുള്ളത്. ഓക്കെ. ഈ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ പിന്നീട് അങ്ങയോടുള്ള ഒരു സ്നേഹത്തിൽ, ആദരവിൽ, ഇഷ്ടത്തിൽ അങ്ങനെ ഒരു പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു മാറ്റം ഇപ്പോൾ പറഞ്ഞില്ലേ, ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ആലിലക്കണ്ണ പാട്ടുപാടി അങ്ങനെ സ്വീകരിച്ചവർ പിന്നീട് അവരുടെ ഒരു കാഴ്ചപ്പാടിലൊക്കെ പിന്നെ കണ്ടിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഡെസ്പായി പോകാൻ പാടില്ല. നമ്മൾ അപ്പോഴും അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരോട് വർത്തമാനം പറയുക. അവർ പിന്നീടൊക്കെ കാണുമ്പോൾ അവർ പ്രധാനമായിട്ടും ഈ നല്ല പഠിച്ച് വലിയ മാർക്ക് നേടി പോകുന്ന കുട്ടികളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇച്ചിരി അലമ്പായിച്ചിരി മോശമായിട്ട് പെരുമാറുന്ന ആ ഒരു മിഡിൽ ലെവൽ കുട്ടികൾ പിന്നെ വന്ന് നമ്മളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിയും വലിയൊരു പരിഗണനയാണ് ആ കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. ഈ തോമസ് സാറിനെ പോലെ അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ ഓർക്കാറുണ്ട്? തോമസ് സാറിനെ പോലുള്ള അങ്ങനെ കുട്ടികളൊക്കെ അത്യാവശ്യം നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്യും. വായിക്കാനായാലും ബാക്കി വർക്ക് ചെയ്യാനായാലും അത്തരത്തിലുള്ള ഇത് ചെയ്യും. ഇപ്പോൾ ഈ അധ്യാപനം കൂടാതെ കോളേജിൽ വേറെന്തെങ്കിലും? ഞാൻ കോളേജിൽ അവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഹോസ്റ്റലിൻ്റെ റെസിഡൻറ്റ് ട്യൂട്ടറാണ്. 2016 ഞാൻ കോട്ടയം ഗവൺമെൻറ് കോളേജിൽ വരുന്നത്. അതിനു മുമ്പ് ചേലക്കര ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഇലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. പിന്നെ റിഡ്രസ് സെല്ലിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ കുറേ കാര്യം ചെയ്യാൻ പറ്റി. ഇവിടെ ഹോസ്റ്റലിൻ്റെ റെസിഡൻറ്റ് ട്യൂട്ടർ വർക്ക് ചെയ്യുന്നു. അത്യാവശ്യം കുട്ടികളെയൊക്കെ നന്നായിട്ട് അറിയാം. ഹോസ്റ്റൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയം അത് അവരുടെ വഴിക്ക് പോട്ടെ, അവരുടെ അക്കാഡമികമായ കാര്യങ്ങളിലും ഡിസിപ്ലിൻ കാര്യങ്ങളും അവർ സുഹൃത്തിനെ പോലെ അവരോട്. അപ്പം നമ്മൾ വീട്ടിലെങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത് അതുപോലെ കുട്ടികളോട് പെരുമാറി അവരോട് വർത്തമാനം പറയും. അപ്പോൾ അവർക്ക് വേറൊരു അന്യതാബോധം ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഹോസ്റ്റലിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പല സ്ഥലത്തും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഒരു സമീപനം എന്താണ്? ഇപ്പോൾ സ്കൂളിൽ പോയപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യം അഡ്മിഷൻ തന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. നമ്മളവിടെ കയറി പിന്നെ നമ്മൾ ഈ ആളുകളെയൊക്കെ കണ്ടപ്പോൾ കോളേജിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ കൊളീഗ്സിന്റെ ഒരു സമീപനം നമ്മളെ നല്ല സമീപനമാണ് സാർ. അത് പറയാൻ കാരണം നമുക്കറിയാം ഈ ഒരു PhD ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കിപ്പം FAP ഒന്നുമില്ല. FAP ഒന്നും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ PhD എടുക്കുന്നത്. നമ്മുടെ ലീവും അവധി സമയങ്ങളും ഒക്കെയാണ്. കാരണം നമുക്ക് അത്രയും വർക്കിംഗ് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളുടെ സഹപ്രവർത്തകരുടെ ആ ഒരു സപ്പോർട്ടിലേക്ക് ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല നല്ലൊരു സഹകരണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വീടിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളെ കോളേജിൽ ചെല്ലുമ്പോഴാണ്. കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇരുന്ന് ചായ കുടിച്ച് പഠിപ്പിക്കാൻ പോയി നമുക്ക് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങളുടെ കോളേജ് റിസർച്ച് സെൻറ്റർ കൂടിയാണ് കോട്ടയം ഗവൺമെൻറ് കോളേജ്. നല്ല സമീപനമാണ് എല്ലാ സ്ഥലത്തും. ഇത്രയും നാൾ വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റാഫുകളും സഹപ്രവർത്തകരെല്ലാം അവരൊക്കെ അവരോടൊപ്പം അവരിൽ ഒരാളായി നമ്മൾ ഒരു മാറ്റി നിർത്തൽ എങ്ങും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ, ചിലപ്പോൾ ആ ചോദ്യം എൻ്റെ കേൾക്കുന്നവരോ അങ്ങേ എങ്ങനെ വിചാരിക്കുമെന്നറിയില്ല, എങ്കിലും ഞാൻ അനാവശ്യ ചോദ്യമാണെങ്കിലും ചോദിക്കാം. ആയിക്കോട്ടെ സാർ. നമ്മൾ ഈ കണ്ണുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ഈ ചുറ്റുപാടുകളെ, ഈ വെളിച്ചത്തെ, ഈ ചുറ്റുപാടിനെ, അല്ലെങ്കിൽ ഈ മനുഷ്യരെ അങ്ങ് എങ്ങനെയാണ് ഈ ഒട്ടും കാണാൻ കഴിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ കരുതുന്നൊരു ഭാവം എങ്ങനെയാണ്? അങ്ങനെ ഞങ്ങൾ കാണുന്നത് പോലെ തന്നെ അല്ല. അതിനകത്തൊരു പ്രശ്നം, ഇപ്പം കാഴ്ച പരിമിതി എന്നത് നമ്മൾ സാധാരണഗതിയിൽ ആൾ വിചാരിക്കുന്നത് മൊത്തത്തിൽ ഇരുട്ട് എന്നതാണ്. പക്ഷേ യഥാർത്ഥ ഇരുട്ടെന്നൊരു കൺസെപ്റ്റ് അല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ ഇരുട്ടെന്നല്ല, എനിക്കൊരു സ്ട്രെയിറ്റ് ചെറിയൊരു വിഷൻ ഉണ്ട്, സൈഡ് വിഷൻ ഇല്ല. നമുക്ക് പിന്നെ കാണാനും എടുക്കാനും. പക്ഷേ പല ആളുകളുടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആളുകളെയും മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ നമുക്ക് കാഴ്ചപരിമിതരായ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
ഒന്ന് സംസാരിക്കുമ്പോൾ, ഒരു വഴി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബസ് ഒന്ന് പറയാൻ പറയുമ്പോൾ, ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പറയുമ്പോൾ, അങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ കൃത്യമായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ഓരോ ആളുകളെയും കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ലോകം എടുത്താലും എവിടെ എടുത്ത് നോക്കിയാലും അങ്ങനെ ഞാൻ പല കാലവും നോ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു 10 താഴെ ആൾക്കാരേ ഉള്ളൂ. അത് സത്യമാണ് കേട്ടോ. 10 താഴെ ആൾക്കാരേ ഉള്ളൂ. ബാക്കിയെല്ലാവരും ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സപ്പോർട്ടാണ്. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഞാൻ എൻഗേജഡാണ്. ഏത് സ്ഥലത്തും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഞാൻ എൻഗേജഡാണ്, നാട്ടിലായാലും. ഞാൻ ഇന്നലെ ഓർത്തു, വരാമോ എന്ന് ചോദിച്ചപ്പം വേറൊരു റീതിങ്കിങ് ആവശ്യമില്ല, ഞാൻ എത്താം, രാവിലെ 11 മണിക്ക് വരാമെന്ന്. ഞാൻ ഇന്നലെ ഓർത്തു ആ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്. ഒരു പരിചിതമില്ലാത്ത ഒരു സ്ഥലത്ത് തനിയെ എത്താമെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് മറുപടി പറയുകയാണ്. സാറേ, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം പഠിക്കുന്നത്? എല്ലാവരും വായിച്ചു പഠിക്കും, മറ്റുള്ളവർ കേട്ട് പഠിക്കും. നമ്മൾ അനുഭവത്തിലൂടെ, യാത്രയിലൂടെ, നമ്മളെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. അത് നമുക്കൊരിക്കലും മറക്കത്തില്ല നമ്മളൊന്നും. ശരിക്കും ഇപ്പം തന്നെ ഞാൻ ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചില്ലേ, ഈ ഒരു സംവിധാനം മനസ്സിലാക്കിയില്ലേ? നമ്മളല്ലെങ്കിൽ ഫോണിൽ കൂടെ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. ഓരോ സ്ഥലവും യാത്ര അങ്ങനെയാണ് അതൊക്കെ കഴിയുന്നത് യഥാർത്ഥത്തിൽ. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വന്നാൽ, അപ്പോൾ ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഭിന്നശേഷി അല്ലെങ്കിൽ ഈ ഡിസബിലിറ്റി, വികലാംഗർ, അങ്ങനെ പല പേരുകളിൽ പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, ഈ സംഗതിയെക്കുറിച്ച് അങ്ങ് വായിച്ചിട്ടുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിനെ ഈ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു മതപരമായ ഒരു വിശ്വാസം, കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭിന്നശേഷിയെ ഓരോ മതങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? അവരോടുള്ള സമീപനം എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മൾ വായിച്ചതിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയത് പല മതങ്ങൾ പലതരത്തിലുള്ള സമീപനങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഹൈന്ദവ വിശ്വാസപ്രകാരം പലപ്പോഴും പറയാറുണ്ട് മുൻജന്മ പാപം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാനൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യാനിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനെ സേവിക്കുവാൻ, അവനെ കരുതലാക്കുവാൻ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം സഹായിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ചാരിറ്റി ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന തരത്തിലേക്കാണ് അങ്ങനെ അത് മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മളൊരു ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ദൈവം നമ്മൾ നോക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവയവങ്ങളെയല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ മനസ്സിനാണ് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ പല സൂറത്തുകളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രവാചകൻ തന്നെ ഒരു വ്യക്തിയെ, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയോട് ചെറിയൊരു അശ്രദ്ധ കാണിച്ചപ്പോൾ തന്നെ പുതിയൊരു സൂറത്ത് ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അതായത് ഒരു വ്യക്തി ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭാവസ്ഥയിൽ വ്യക്തിക്ക് അവയവങ്ങൾ കൊടുക്കുന്നു. ആ അവയവങ്ങൾ എന്തിനാണെന്ന് ഒരു പക്ഷേ ഒരാൾ ചോദിച്ചാൽ ആ വ്യക്തിക്ക് പറയാൻ കഴിയണം എന്നില്ല. ആ അവയവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ച് വീണതിന് ശേഷമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതുവരെയാണ് ഈ അവയവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നത് മറ്റൊരു ലോകത്താണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുക. അതാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഓക്കെ, ഈ ഇപ്പോൾ അങ്ങ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയമായ അനൗൺസ്മെൻറ്റിന് പോയി അങ്ങനെ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് അങ്ങ് വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുമ്പോഴേക്കും ഈ ഡിസബിലിറ്റിയെ നമ്മുടെ ഒരു ബ്രോഡ് പൊളിറ്റിക്കൽ സ്പേസിൽ, നമ്മുടെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ നമ്മുടെ ഒരു പൊളിറ്റിക്സ് ഈ ഭിന്നശേഷിക്കാരോട് എടുത്തിരിക്കുന്ന ഒരു സമീപനം? അതൊരു ഉൾക്കൊള്ളലിൻ്റേതാണോ, അതോ ഒരു സഹതാപത്തിൻ്റേതാണോ, അതോ യൂസ് ആൻഡ് ത്രോ ആണോ, അതോ എന്ത് സമീപനമാണ് അക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്? അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികളായും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതികൾ ഇതുണ്ട്? അതിൽ പ്രധാനമായിട്ടും അപ്പം എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ തരേണ്ടവരാണ്, ഞങ്ങൾ എല്ലാം നൽകുന്നവരാണ്, നിങ്ങളെല്ലാം വാങ്ങുന്നവരാണ് എന്നൊരു നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ തരുന്നത്. അപ്പം അവർക്ക് മറ്റുള്ളവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റായില്ല. ചിലപ്പം ലെജിസ്ലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പോളിസിപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സംഘടന. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ്സിന് ഡിഫറൻ്റ്ലി ഏബിൾ പീപ്പിൾസ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പൊളിറ്റിക്കൽ, ഇപ്പോൾ CPM അങ്ങനെ പല പാർട്ടികൾക്കും അങ്ങനെ ഭിന്നശേഷി സംഘടനകളുണ്ട്, ആ സംവിധാനങ്ങളുണ്ട്, പിന്നെ പോളിസികളുണ്ട്. യഥാർത്ഥത്തിൽ
പിന്നെ ഒരു ഉൾക്കൊള്ളലിൻ്റെതായ, കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് അവരുടെ എബിലിറ്റിയെ, എഫിഷ്യൻസിയെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാവട്ടെ, നമുക്കറിയാം എത്ര MLA വന്നിട്ടുണ്ട്. സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്നതിന് അദ്ദേഹം ഒരു നോമിനേറ്റഡ് മെമ്പറായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അത് ഇലക്ഷനിലൂടെ വന്ന ആളല്ല. ഒരു സദൻചന്ദ്ര ഗുപ്ത എന്ന് പറയുന്ന ഒരു കാഴ്ചയില്ലാത്തൊരു MP ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭാരതീയ ശശി ഇലക്ഷന് മുമ്പ് മത്സരിച്ചിരുന്നു. രാഷ്ട്രീയത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞാൽ അവരുടെ എബിലിറ്റി, അവരുടെ ഒരു ലീഡർഷിപ്പിനെ, അവരുടെ ഒരു ക്വാളിറ്റിയെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വേണ്ടി ഉപയോഗിച്ചതായിട്ട് എൻ്റെ ഒരു പഠനാനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ക്വാളിറ്റി ഉള്ളവർ, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഈ ഭിന്നശേഷിക്കകത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കരുത്തുള്ളവരെ അങ്ങ് ഈ യാത്രയ്ക്കിടയിൽ കണ്ടിട്ടുണ്ട്? ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന ഒരു ഗിരീഷ് എന്ന് പറയുന്ന ആൾ 2 തവണ വാർഡ് മെമ്പറായിരുന്ന ആളാണ്. പുള്ളി വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. കൊല്ലം ജില്ല മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഭാരതീയ ശശി, അതുപോലെ മറ്റൊരാളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അഞ്ചലാണ് അദ്ദേഹം. അന്ന് ഡിസേബിൾഡ് ആയിരുന്നില്ല. അദ്ദേഹമാണെങ്കിൽ നമ്മുടെ മുത്തങ്ങ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പം പോലീസുകാർ തലക്കടിച്ച് പുള്ളിക്ക് പ്രശ്നമായി. പുള്ളി ഇൻ്റലക്ച്വൽ ഡിസേബിൾഡായി. പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഇലക്ഷൻ, അതിൻ്റെ ഇലക്ഷൻ മത്സരം 12 വോട്ടിന് തോറ്റുപോയ ആളാണ്. പുള്ളിക്കാരൻ ഇന്നും ഭിന്നശേഷി പെൻഷനില്ല. വല്ലാത്തൊരവസ്ഥയാണ് അവിടെ ചെന്നപ്പോൾ. പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ ഇൻ്റർവ്യൂ, പുള്ളിക്കാരൻ നമ്മൾ ചൂഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ്റർവ്യൂവിനൊന്നും അധികം തയ്യാറായില്ല പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരൻ അത്യാവശ്യം നാട്ടിലൊക്കെ ജനം, പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് രാഷ്ട്രീയക്കാർ അവരൊക്കെ നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈ ഒന്നീ ഗ്രാസ് റൂട്ട് ലെവലിൽ, അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു ഹയറാർക്കി ഉയർന്ന ലെവലിൽ ഒരു ഭിന്നശേഷിക്കാരും വരികയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഈ ഒരു ബോഡി ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ അധികാരത്തിൽ, അതായത് ഒരു വ്യക്തിയുടെ അധികാരത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിനൊരു വലിയ പങ്കുണ്ട്. ഏറ്റവും ഗ്ലാമർ, ഏറ്റവും നല്ല ശരീരമുള്ള ആൾ, ഏറ്റവും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാര്യം ഒരു റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിൽ. അതിലൊരു കാര്യം പറയാറുള്ളത്, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പൊളിറ്റിക്കലി ഒക്കെ അങ്ങനെയാണ്. അല്ലാത്ത പ്രതിഭാധനന്മാരായിട്ടുള്ള ആളുകൾ ഈ ഡിസബിലിറ്റി ഉള്ളപ്പോൾ തന്നെ ആ ഡിസബിലിറ്റിയെ ഉള്ളവരെക്കാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒക്കെ പ്രതിഭാധനത്വം മറ്റു പലരിൽ കാണിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ ഈ പഠനത്തിനിടയിൽ കണ്ടുകൂട്ടി? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോലിയുള്ളൊരു അദ്ദേഹം, പല ആളുകളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ബൈബർത്ത് ഡിസബിലിറ്റിയെക്കാട്ടി അവർ ആ വ്യക്തി പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് ഇൻസിഡൻ്റലി ആക്സിഡൻറ്റിലേക്ക് ഡിസേബിൾഡ് ആകുമ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫീസറുണ്ട് നമ്മുടെ കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ, റോബിൻ എന്ന പേര്. പുള്ളി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാഴ്ച പോയ ആളാണ്. പുള്ളിക്കാരൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ, ഇപ്പം പുള്ളി മാസ്റ്റർ ട്രെയിനിയാണ് MGയിൽ. കാഴ്ചയില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്, വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയറുണ്ട്, കാഴ്ചയില്ലാത്ത ലേഡി ഫുട്ബോൾ പ്ലെയറുണ്ട്. പിന്നെ ചെസ്സ് കളിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ കാട്ടിയൊക്കെ നല്ല രീതിയിൽ. പിന്നെ മറ്റൊരാൾ, ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്തത്, മാൻഹോൾ വീണ് സൈറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. മാൻഹോൾ വീണ് പുള്ളിയുടെ കാഴ്ചയില്ലാതായി. പുള്ളി IT സെക്ടറിലായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോഴും കാഴ്ച ഇല്ലായ്മ തന്നെ പുള്ളി അസിസ്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് IT ഫീൽഡിൽ തന്നെ ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങ് ഈ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിലുണ്ടായിരുന്നു, പിന്നൊക്കെ പറയുന്നത് പൊതുവിൽ ഇങ്ങനെ ആളുകൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ ഭിന്നശേഷിയുള്ള ആളുകളെ മാനേജ് ചെയ്യുന്നതിൽ അവരുടെ ഒരു വൈകാരിക നില, അതൊക്കെ ഈ അൺകൺട്രോൾഡായിട്ടൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഈ 2 കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രത്യേകമായി ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും അങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചോദ്യം വൈകാരികമായിട്ടുള്ളത്. വൈകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടനയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അടുപ്പിക്കുന്ന ഒരു വഴക്കാളികളാണ്, തട്ടിക്കയറുന്നവരാണ്. ഉണ്ട്. കാരണം അത് പൊതുസമൂഹത്തിൽ പെട്ടെന്ന് ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർക്ക് ആ വികാരം പെട്ടെന്ന് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടും നമ്മളെപ്പോഴും അസസ് ചെയ്യും, നമ്മളെ വെച്ചിട്ടല്ലേ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പം സാധാരണപ്പെട്ടൊരു വ്യക്തി, ഇപ്പം ഭിന്നശേഷിക്കാരനല്ലാത്ത സാധാരണ വ്യക്തി വിലയിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ സംഘടനകളായാലും ശരി, അവർ പെട്ടെന്ന് പ്രകോപിതരാകുന്നവരാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. എൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ലോക ഭിന്നശേഷി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് 2024 ഞാൻ കൊല്ലത്ത് ഭിന്നശേഷി സമ്മേളനം നടക്കുമ്പോൾ ഞാൻ അവിടെ വന്നു. അപ്പോൾ അവിടെ ഈ ഇതുണ്ടല്ലോ
4 വീൽ സ്കൂട്ടറുണ്ടല്ലോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർക്ക് അകത്ത് പോയി ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച്, പുള്ളിക്കാരൻ എന്തോ ഇലക്ട്രോണിക് കടയോ എന്തോ നടത്തി ജീവിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു ഞാൻ PhD ചെയ്യാണ്, ഈ വിഷയമാണ് എൻ്റെ ഇത്, രാഷ്ട്രീയ പങ്കാളിത്തവും ജനാധിപത്യ പ്രാതിനിധ്യമാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ എടുത്ത് സംസാരിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ കുഴപ്പം എനിക്ക് ഒരു കൗതുകം, ഇത്ര പേര് ഒന്നിച്ച് കിട്ടുകയില്ല. ഞാൻ പറയും എൻ്റെ വർക്കെന്ന് പറയുന്നത് പ്രാക്സിസ് ഇൻ്റർവെൻഷൻ മെത്തേഡാണ്. കാരണം അവരോട് പോയി ചെന്ന് അവരുമായി സംസാരിച്ച് അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഇനി വീഡിയോ എടുത്ത് പെട്ടെന്ന് നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, ഞങ്ങളെ ചൂഷണം ചെയ്യാനാണോ, കാഴ്ചയില്ലാത്തവർ നിങ്ങളൊക്കെ പഠിച്ച് പാസ്സാണ്, ഞങ്ങൾ അധ്വാനം ജീവിക്കുന്നവരാണ്, ഞങ്ങൾ വീഡിയോ എടുക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അവസാനം ഞാൻ ആ സൗണ്ട് മാത്രം ഞാൻ പിന്നെ കേൾപ്പിച്ച, വീഡിയോ ഓഫ് ചെയ്തിട്ട് സൗണ്ട് കേൾപ്പിച്ചു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്. മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇൻ്റർവ്യൂ ചെയ്താൽ അവരൊരു 100 രൂപയുടെ തന്നെ തന്നിട്ടുള്ളൂ. സാറേ എന്നെക്കാട്ടിയും പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു അനുഭവമാണ്, ഞാൻ ചേലക്കര വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു സ്ഥലത്തൊരു പള്ളിയിൽ പോയി സുബഹിയൊക്കെ നമസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്കുമായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു 100 രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിക്കും നമ്മളിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു ഞാനൊരു കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഞാനിങ്ങനെ ജോലിക്ക് വന്നത്, ഞാൻ ആ പൈസ അത് തിരിച്ചു കൊടുത്തു, അദ്ദേഹം അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമീപനമാണ് പൊതുവെ ആൾക്കാർക്കൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു സമീപനം സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് ചിലപ്പോൾ ഒരു കാരണം ഇങ്ങനത്തെ ഒരു ഈ ഒരു ഡിസബിലിറ്റിയെ ആ ആംഗിളിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചാരിറ്റി പോലെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഘടനകളും മിടുക്കന്മാരും സെലിബ്രിറ്റികളും ഒക്കെ തട്ടിക്കുന്നവരുണ്ടാവും. ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു കണ്ണിലൂടെ കാണുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ട്. ഡിസേബിലിറ്റി അല്ലാത്ത ആൾക്കാരും ഡിസേബിൾ ആകുന്ന രീതിയിൽ പലയിടത്തും പണപ്പിരിവ് നടത്തുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. പിന്നെ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഈ അങ്ങയുടെ പഠനത്തിൻ്റെ ബുക്ക് ഞാൻ മുഴുവനായി വായിച്ചില്ല, എങ്കിലും ഇതിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണല്ലോ പഠിച്ചേക്കുന്നത്. അപ്പോൾ വലിയ കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഈ സ്പെഷ്യൽ ഗ്രാമസഭ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി 5% മറ്റോ പ്ലാൻ ഫണ്ടിൻ്റെ തുക വിനിയോഗിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്പെഷ്യൽ ഗ്രാമസഭയൊക്കെ പണ്ട് വിളിച്ചു കൂട്ടി നടത്തുകയും അങ്ങനെയൊക്കെ നടത്തി ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇതാദ്യം ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഞാൻ അതിലൊക്കെ ഇൻവോൾവ് ചെയ്തിരുന്നു, അന്ന് MSW വിദ്യാർത്ഥിയായിട്ടൊക്കെ. പിന്നെ ഞാൻ ആ മേഖലയിൽ നിന്നൊക്കെ മാറി വേറെ തൊഴിലും അതും ഇതുമൊക്കെ ആയിട്ട് പോയി. ഇപ്പം വർത്തമാനം പറയുന്ന സ്ഥിതിയിലെത്തി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇറങ്ങി നമ്മൾ പറയത്തില്ലേ പണ്ട് നമ്മൾ കുഴിച്ചൊരു കുളം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിൽ മീനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പൊ സാർ ഒറ്റാലും കൊണ്ടിറങ്ങി തപ്പിയിട്ട് എന്താണ് ഈ അത് വല്ലാത്തൊരു സംഭവമാണ്. ഭിന്നശേഷി ഗ്രാമസഭ പല സ്ഥലത്ത് ഞാൻ നിലവിൽ ഏതാണ്ട് 65-67 പഞ്ചായത്തുകളുണ്ട്. എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റും. ഒരു 11 പഞ്ചായത്തെ പഠിക്കാൻ പറ്റുള്ളൂ. അഞ്ചൽ, അലേമൺ, ഇടമളയ്ക്കൽ, ഏരൂർ, കുളത്തൂപ്പുഴ, കടക്കൽ, ചിതറ, വിളക്കുടി, മേലില, പത്തനാപുരം തുടങ്ങിയ 11ഓളം പഞ്ചായത്ത്, പുനലൂർ മുനിസിപ്പാലിറ്റി, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി, കരുനാഗപ്പള്ളി, കൊല്ലം കോർപ്പറേഷൻ, ഇവിടെയൊക്കെയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത്. അപ്പോൾ ആദ്യം ഇവരൊന്നും ഡേറ്റ ഒന്നും കാണത്തില്ല. അവസാനം പലപ്പോഴും ഇത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ബഡ് സ്കൂളിലേക്ക് അറ്റൻഡൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാൻ ഫണ്ടൊക്കെ ഇത് ഡേറ്റ ഉണ്ടാവും. ബഡ് സ്കൂളിൽ അറ്റൻഡൻസ് എടുത്ത് സ്പെഷ്യൽ ഗ്രാമസഭയാക്കുകയാണ്. അങ്ങനെയൊക്കെ ചില പഞ്ചായത്തുകളുണ്ട്. പിന്നെ ചിലരിപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഡോക്യുമെൻറ്റ്സ് തരാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അവസാനം 2-3 പഞ്ചായത്തുകളിൽ വിവരാവകാശം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ഒരു തവണ പോയാൽ പോരാ, ഒരു തവണ വിവരാവകാശം അപേക്ഷ കൊടുക്കാൻ പോകണം. രണ്ടാമത് പിന്നെ അവർ പറയും ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ രണ്ടാമത് പിന്നെ ഒന്നുകൂടെ വിളിക്കും. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഒരു പേപ്പറിന് 3 രൂപ വെച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞ് പിന്നെ അതിന് വിളിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വേറെ അനുഭവം, ഞങ്ങളവിടെ പഞ്ചായത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭയ്ക്ക് ചെന്നു. അവിടെ ചെന്നപ്പം സ്പെഷ്യൽ ഗ്രാമസഭ നടക്കുന്നത് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലല്ല. അപ്പം അവർ വരുന്ന ആൾക്കാരെന്നൊക്കെ ഇവർ എഴുതി മേടിക്കുന്നു. എന്താ പേര്, അഡ്രസ്സ്, ഭിന്നശേഷി സ്വഭാവം, നിങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ അവർ എഴുതി ചോദിക്കുന്നു. 2023 എഴുതി ചോദിക്കുന്നു. അപ്പം ഇവർ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നു. അപ്പം സ്പെഷ്യൽ ക്ലാസ് നടത്തിയപ്പം സ്റ്റെപ്പ് കാണാൻ പറ്റുന്നവരൊക്കെ കയറിപ്പോയി, അല്ലാത്തവന്മാർ വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തൊരു സ്പെഷ്യൽ, ഇങ്ങനെയാണോ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തേണ്ടത്? സ്പെഷ്യൽ ഗ്രാമസഭ എന്ന് പറയുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും അവിടെ അക്സസിബിലിറ്റി അല്ലേ പ്രധാനമായിട്ട് വേണ്ടത്, അവിടെ അല്ലേ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തേണ്ടത്, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു സാറേ തെറ്റിപ്പോയി, ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഇനി അത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഗ്രാമസഭയ്ക്ക് പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല. അവർക്കറിയാം
വേറെ പഞ്ചായത്തിൽ നടന്നിട്ടേ ഇല്ലെന്ന് പറയാൻ മറുപടി വന്നേക്കുന്നത്. പക്ഷേ റെക്കോർഡിലുണ്ടാവും. നമ്മൾ ഇത് കൊടുക്കും മറുപടി കറക്റ്റ് തരണ്ടേ. ഈ ആനുകൂല്യം കൊടുക്കുന്നത് എന്തായാലും ഈ 5% ഇതിനു വേണ്ടി മാറ്റി വെക്കണമല്ലോ. മാറ്റി വയ്ക്കുമല്ലോ. ആ മാറ്റി വെക്കുന്നത് ചെലവഴിക്കുന്നത് വലിയ ഉപയോഗപ്രദമായ രീതിയിൽ ഒന്നുകിൽ അവർ ഒരു കലോത്സവം നടത്തും, അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഒരു സംഘടന പ്രോഗ്രാം അവിടെ നടത്തും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് കുറച്ച് സ്കൂട്ടറുകൾ കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വഴി പോലും പലയിടത്തും പല ഭിന്നശേഷിക്കാരുടെ വീടുകളിലും പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വഴികളാണുള്ളത്. കടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി 2 കുട്ടികൾ JRF ആ വീട്ടിൽ, അവരുടെ വീട്ടിലെ വഴി വളരെ മോശമായിരുന്നു. പിന്നീട് എപ്പോഴും അത് പഞ്ചായത്ത് ശരിയാക്കി കൊടുത്തെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ എങ്ങനെ ശരിയാക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ ചോദിക്കുന്നത്. ഒരു വീടായാലും അവർക്ക് യാത്ര ചെയ്ത് വരണ്ടേ, അതവർ ചിന്തിക്കുന്നില്ല. ഈ ഭിന്നശേഷിക്കാരുടെ ആക്സസബിലിറ്റി പറയുമ്പോഴേ, അപ്രോച്ചബിലിറ്റി അല്ലെങ്കിൽ ആക്സസബിലിറ്റി, അവരുടെ ഒരു റീച്ചബിലിറ്റി ഒക്കെ പറയുമ്പം എത്രത്തോളം നമ്മുടെ സ്ഥാപനങ്ങൾ, ഈ പിന്നെ ദേവാലയങ്ങൾ, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ, ഇതൊക്കെ എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമാണ്? അത് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോ റെയിൽ വളരെ ഡിസേബിൾ ഫ്രണ്ട്ലി ആണ്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സംവിധാനങ്ങൾ, അതുപോലെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരികയല്ലേ, വളരെ ഹോസ്പിറ്റാലിറ്റി ഭിന്നശേഷി സൗഹൃദമാണ്. എന്നാൽ നമ്മുടെ ഗതാഗത സംവിധാനം ഇനിയും ഭിന്നശേഷി സൗഹൃദമാവാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ കാഴ്ച പരിമിതർക്കല്ല എല്ലാവർക്കും സീറ്റ് കൊടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് പാസ്സൊന്നും കൊടുക്കണ്ട, സീറ്റ് കൊടുക്കണം അവർക്കൊക്കെ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുട്പാത്ത് സംവിധാനം വളരെ മോശമാണ്. അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. റോഡിലൂടെ അവർ നടന്നു പോയി കഴിഞ്ഞാൽ അവരെ വാഹനം ഇടിക്കും. അവർ ഫുട്പാത്തിൽ നടന്നു പോയി കഴിഞ്ഞാൽ ഒന്നിൽ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ നടക്കുണ്ടാവും, അല്ലെങ്കിൽ കടയുടെ ഒക്കെ ബോർഡ് മുമ്പോട്ടിരിക്കും, അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങോട്ടിരിക്കും. അതൊക്കെ പ്രത്യേകിച്ച് അവർ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. ട്രെയിൻ സൗകര്യങ്ങൾ എങ്ങനെയുണ്ട്? ട്രെയിൻ സൗകര്യം അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ല, ഒന്ന് സ്പെഷ്യൽ ബോഗികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോട്ടയുണ്ട്, റിസർവേഷൻ കോട്ട ട്രെയിനിലുണ്ട്, പെട്ടെന്ന് റിസർവ് ചെയ്ത് പോകാൻ പറ്റും. 3rd AC അടക്കം. ഒരിക്കൽ ഞാൻ ഇതുപോലെ 3rd AC റിസർവ് ചെയ്തപ്പോൾ ആൾക്കാർ നിങ്ങളുടെ കോച്ച് ഇതല്ലേ ബാക്കിലാണ് ഫ്രണ്ടിൽ, അപ്പോൾ അവർ ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് AC കോച്ചിൽ പോലും പോകാൻ പറ്റത്തില്ലെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്, ടിക്കറ്റ് എടുത്താൽ പോലും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഈ ഇവരുടെ ഇപ്പോൾ ഈ പഠനത്തിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ച ഒരു മേജർ ഫൈൻഡിങ്സ് എന്ന് പറയാവുന്ന, ഈ സാധാരണ ഇതിനകത്ത് 2 അപ്രോച്ചുണ്ട്. ഞാനൊരു PhD ഹോൾഡറാണ്. ഈ PhD ഹോൾഡറിനകത്ത് വളരെ അക്കാഡമിക്കായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് അനാലിസിസ് നടത്തി 0.2 2.5 എഴുതുന്ന സ്കെയിലും അങ്ങനെ ഒരു സാധനമുണ്ട്. എന്നാൽ അതിനപ്പുറം ഇപ്പോൾ അങ്ങയുടെ ഈ പഠനം അങ്ങയെ തന്നെ ബാധിക്കുന്ന, അങ്ങ് തന്നെ അനുഭവിച്ച ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയായതുകൊണ്ടും അതിനുവേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ ഭിന്നശേഷിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് അങ്ങ് നടത്തിയിട്ടുള്ള ഈ പഠനത്തിലൂടെ കണ്ടെത്തിയ ഒരു ഫൈൻഡിങ്സ് എന്താണ് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റായി ഈ സംവിധാനം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അവരെ കേൾക്കാൻ തയ്യാറാണ്, അവർക്ക് കൊടുക്കാമെന്നുള്ളതല്ല. ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാമെന്ന്, ഇപ്പോഴും ആനുകൂല്യങ്ങൾ വെൽഫെയർ സിസ്റ്റം എന്ന കൺസെപ്റ്റ് അതല്ല വേണ്ട, ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഒരു റൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അതോറിറ്റി അധികാരി വർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടത്. ഈ സ്പെഷ്യൽ ഗ്രാമസഭകൾ കാര്യക്ഷമമായിട്ട് നടത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോറിൽ നടത്തണം, അല്ലെങ്കിൽ നമുക്കറിയാം ടെക്നോളജി ഉപയോഗിക്കാം, വേണ്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഗ്രാമസഭകൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുമ്പോൾ ഒരു നിയമം യഥാർത്ഥം നമ്മൾ പറയുന്നില്ലേ, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്നവർ ആ സംവിധാനത്തിൽ ഉണ്ടാവണം, എങ്കിലും അത് ഏറ്റവും കൃത്യമായി നടക്കത്തുള്ളൂ. ഇപ്പം സാറ് എനിക്ക് വേണ്ടി നിയമം നിർമ്മിക്കുമ്പോൾ സാറിൻ്റെ ചില ഇൻട്രസ്റ്റ് അതിനകത്ത് വരും. ഞാനാണ് അതിനകത്തുള്ളതെങ്കിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിന് ഇൻവോൾവ്മെൻറ്റ് വരും, നമുക്ക് ആ കാര്യം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഡിസേബിൾഡ് ആയിട്ട് ആൾക്കാർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ. ഈ ഇലക്ടഡായിട്ടല്ല, ശരിക്കും ഇലക്ടഡായിട്ട് തന്നെ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറയാം, ഇപ്പം ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലേ, അത് ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ട് മാറിയത് എങ്ങനെയാണ്? പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വരികയും ഈ ഓപ്പർച്യൂണിറ്റികൾ ഇവർ ഉപയോഗിക്കുകയും ചെയ്തപ്പോഴാണ് ഇവരുടെ എബിലിറ്റികളും മറ്റു കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ അത് നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ നമ്മുടെ ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മളെ പവർ ഇംപ്ലിമെൻറ്റ് സിസ്റ്റത്തിലോ ഒന്നും കാര്യമായിട്ട് എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താനും എല്ലാവർക്കും ആ ഒരു അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കളക്റ്റീവ് ഒരു ഗ്രൂപ്പ് പേരൻറ്റിങ് സിസ്റ്റമൊക്കെ യഥാർത്ഥത്തിൽ വരണം. അപ്പം ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പേരൻസ് അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് യഥാർത്ഥം ഞാൻ ചോദിക്കാൻ വന്നതാണ്. അതായത് ഈ ഡിസേബിൾഡ് ഗ്രൂപ്പിൽ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഞാൻ അങ്ങയോട് ചോദിക്കാൻ വന്നതാണ്. മീൻസ് ഏറ്റവും കൂടുതൽ ഇപ്പം നേരിട്ട്
എന്താ ഫീലിംഗ് ബൈ ടച്ചിങ് എന്ന് പറഞ്ഞതുപോലെ നേരിട്ട് പോയി തൊട്ട് മനസ്സിലാക്കിയല്ലോ അങ്ങ് പലരെയും, കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, സ്പർശിച്ചറിഞ്ഞു എന്ന് പറയുന്ന പോലെ. അതിലേതാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത്? ഏറ്റവും പെയിൻഫുൾ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പേരൻസും, എസ്പെഷ്യലി ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളുള്ള പേരൻസ് അവരനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ പല പേരൻസും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ടേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സുഖമില്ലാത്ത മക്കൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. കാരണം പിന്നെ അവരെവിടെ കൊണ്ടുപോകും? അവരൊരു പബ്ലിക് ഫംഗ്ഷന് വിളിക്കത്തില്ല, ഒരു കല്യാണത്തിന് വിളിക്കത്തില്ല, മറ്റു കാര്യങ്ങൾക്ക് വിളിക്കത്തില്ല. അവർക്ക് എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ് അവർക്ക്. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ ഫ്ലാറ്റ് അനുവദിക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഫ്ലാറ്റ് താമസിപ്പിക്കാൻ പേടിയാണ്. വേണ്ട, ഫ്ലാറ്റ് വേണ്ട, എനിക്കിത് മതി, എൻ്റെ കൊച്ചിനോട് ഇവിടെ താമസിപ്പിക്കത്തേ ഉള്ളൂ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എബിലിറ്റി സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എബിലിറ്റി സെൻറ്ററുകൾ. അപ്പം അവർക്ക് വേണ്ട അപ്പം പേരൻസ്, അപ്പം സ്പെഷ്യൽ കുടുംബശ്രീയൊക്കെ രൂപീകരിക്കാനുള്ള ഗവൺമെൻറ് ഓർഡറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ പേരൻസ് വെച്ചിട്ട് കുടുംബശ്രീ ഉണ്ടാക്കുക. അപ്പം ഒരു ഗ്രൂപ്പ് പേരൻറ്റിങ് പോലെ ഒരു 3-4 കുട്ടികളെ ഒരു പേരൻറ്റ് നോക്കുക. അപ്പം മറ്റൊരു പേരൻ്റ് ഒരു റിലീഫ് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാരെ ഒന്ന് പരിഗണിക്കുന്ന ഒരവസ്ഥ, പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇവരെ പൂർണ്ണമായും ഈ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന, അകറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ട് അല്ലേ? അത് എല്ലാ സ്ഥലത്തും അല്ല, ചില കേസുകളിലുണ്ട്. ചിലടത്ത് പറയാത്ത പോലും ഉണ്ട്, ഇന്നെ പ്രയാസം അനുഭവിക്കുന്നു പറയാത്ത. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അങ്ങേക്ക് സജസ്റ്റ് ചെയ്യാൻ? അങ്ങ് ഈ പറഞ്ഞതുപോലെ ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ, ഇത് മനസ്സിലാക്കിയ എന്നുള്ള നിലയിൽ ഇവരുടെ പേരൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ സെൽഫ് സംവിധാനങ്ങൾ, പഞ്ചായത്ത്, അവർക്കാണ് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്നത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ എബിലിറ്റി സെൻറ്ററുകൾ സ്ഥാപിക്കുക. ഓരോ ഇപ്പോൾ നിലവിലേക്ക് ഒന്ന് ആദ്യം കേരളത്തിൽ 3 സ്ഥലത്താണ് സ്ഥാപിക്കാമെന്ന്. ഇപ്പോൾ പുനലൂർ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ഗ്രൂപ്പ് പേരൻറ്റിങ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അവർ വേറെ തലത്തേക്ക് വിടാൻ പാടില്ല. ഇതിനൊക്കെ CSR ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് യഥാർത്ഥത്തിൽ. അതല്ല, അത് അപ്പം ഇപ്പോൾ റിലീജിയനുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ, അപ്പോൾ അവരുടെയൊക്കെ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാലം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ പറയുന്ന എല്ലാം നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കാണ് ഇതെല്ലാം വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഈ എന്താ പറയുന്നത് പദ്ധതി നിർവഹണം, അതിൻ്റെ വിതരണം, അതിൻ്റെ കാര്യം കൂടാതെ പട്ടി പ്രസവിക്കുന്ന കണക്ക് പോലും എടുക്കത്തക്ക നിലയിൽ ഓവർലോഡഡാണ്. ശരിയാണ്. ഇന്നിപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു ജീവനക്കാരി അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മാനസിക സമ്മർദ്ദവും ആത്മഹത്യയുടെയും വക്കിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്കൊരു സപ്പോർട്ടീവ് സ്റ്റാഫോ അല്ലെങ്കിൽ വേറൊരു ക്വാസി ഗവൺമെൻറ്റൽ സ്ട്രക്ചറോ ഒക്കെ ഉണ്ടാക്കി അവരെ എൻഗേജ് ചെയ്യിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലേ ഇത് ഫലപ്രദമായിട്ട് പോവുള്ളൂ. അതെ, സന്നദ്ധ സംഘടനകളെ ഉപയോഗപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു ഹയർ ലെവലിൽ കൊണ്ടുവന്നാൽ അതിൽ ഈ പേരൻസൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല പേരൻസും ഉണ്ടല്ലോ, ഈ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പല പേരൻസും അവരുടെ ആവശ്യം കൊണ്ട് അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് പലതരത്തിൽ. അവരെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് പേരൻറ്റിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞല്ലോ, അതിലൂടെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഇത്രയൊക്കെ അങ്ങ് അറിഞ്ഞു, പഠിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കി, ഈ ഇപ്പോൾ ഗവേഷണ പ്രബന്ധമെടുത്തു, ഇപ്പോൾ അങ്ങയുടെ ഒരു ഉപജീവനമാർഗവും ജീവിതവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മേഖലയിൽ ഞാനും ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കമ്മിറ്റഡായിട്ട് ഇറങ്ങി മറ്റൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ ഒരു വിഭാഗത്തിൻ്റെ ഒരു ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം ഓരോ ദിവസങ്ങളിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്, റീൽസ് ഇട്ട്, തിളങ്ങി ആളുകളെ റീച്ചാക്കി പറ്റിച്ച് ഒക്കെ ഇവിടെയൊക്കെ ഈ നമ്പറെല്ലാം കാണിക്കുമ്പോഴും അതിനെ പിന്നെ നമ്മൾ പോലും നിസ്സഹായരായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കഴിയാത്തവണ്ണം അവർ തിളക്കത്തിൻ്റെ പിന്നെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആ ഒരു പ്രഭാവലയത്തിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അങ്ങയുടെ ഈ പറയുന്ന സംഗതികൾ ഉപയോഗിച്ച് ഈ വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് വേണ്ടി ഏത് തരത്തിലൊക്കെ അങ്ങയ്ക്ക് സമാന മനസ്കരായിട്ടുള്ള, ഇപ്പോൾ അങ്ങയ്ക്ക് തന്നെ പ്യുവർലി ടെസ്റ്റഡ് ആയിട്ടുള്ള 3-4 പേരെയൊക്കെ ചേർത്തോ അല്ലെങ്കിൽ തനിച്ചോ ഒക്കെ ഏതെല്ലാം മേഖലയിൽ, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുന്നവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ അവരെ കൺസേൺസ് ഉണ്ടാവും പല കാര്യങ്ങളും.
അവരുടെ പിന്നെ റൈറ്റ്സിനെ സംബന്ധിച്ച്, അവരോട് കാണിച്ച അനീതിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനോ അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ ഈ തീസിൽ ചെയ്ത ഒരുപാട് സ്ഥലത്ത് യാത്ര എന്ന് പറഞ്ഞില്ലേ, പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ട്, സാറേ ഈ സ്പെഷ്യൽ ഒരാളെ കാണും, ഒരു ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആണ്, പുള്ളിക്കാരൻ എഴുത്തും വായന അറിയത്തില്ല, പക്ഷേ ആൾ സ്പോർട്സിൽ വളരെ അഗ്രഗണ്യന് ആക്റ്റീവാണ്, കോട്ടയത്താണ്. പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഈ നിയമവശങ്ങളെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും പലർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പലരോടും ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, മറ്റ് ആളുകളുമായിട്ട് കൂടുതൽ സഹകരിക്കണം. പലരും പുറത്ത് പറയാത്ത ആൾക്കാരുണ്ട്, കുട്ടികളുടെ അവസ്ഥകൾ നിങ്ങൾ പുറത്ത് പറയണം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലരും ഇപ്പം സംഘടനകളൊക്കെ സംഘടന രൂപീകരിക്കുന്നൊന്നും കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ. നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഒരാൾക്ക് മാറ്റും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. കാരണം ഇപ്പോൾ സാറ് ഏബിളായത് സാറിൻ്റെ ഒരു മിടുക്ക് കൊണ്ടല്ല, ഞാൻ ഡിസേബിൾഡ് ആയത് എൻ്റെ ഒരു കുറ്റം കൊണ്ടുമല്ല, അല്ലേ? ആണോ? അത് ആരെയല്ല, യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സോഷ്യൽ ആക്സസബിലിറ്റി. നമ്മളെ മനസ്സാണ് യഥാർത്ഥത്തിൽ മാറുന്നത്. മനസ്സ് ബാരിയസ് ഫ്രീ ആകുക എന്നുള്ളതാണ്. എത്ര സിസ്റ്റം സാറി പറഞ്ഞ ഫിസിക്കലി ആയിട്ടുള്ള എത്ര കാര്യങ്ങൾ, നമ്മുടെ മനസ്സ് മാറാത്തിടത്തോളം കാലം ഈ ഒരു സൊസൈറ്റിയിലെ ഇത്തരത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. ശരിക്കും മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ, ഉറപ്പാണ്. ഈ സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആകെ ചിന്തിക്കുമ്പോൾ അതൊരു പാപമായിട്ടാണോ തോന്നുന്നത്, പരിപാവനമായിട്ടാണോ തോന്നുന്നത്? അല്ല, പാപമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഇതൊക്കെ പഠിക്കുമായിരുന്നു. അതല്ലേ പ്രധാനം. ഇതൊക്കെ അന്വേഷിക്കുമോ? നമ്മൾ അന്വേഷിക്കത്തില്ലല്ലോ ഇതൊന്നും. അപ്പം നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് പഠിച്ചപ്പോൾ എന്താണ് സമൂഹത്തിലെ ഒരവസ്ഥ, ഇതേക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയില്ലേ? പാവോ പരിപാവനം എന്നുള്ള നിലനിൽപ്പാണ് പ്രശ്നം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത്. എല്ലാ ആളുകൾക്കും നിലനിൽപ്പ് വേണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ജീവിതത്തിലെ മഹത്തായതെന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയുണ്ട്? അല്ല, കാഴ്ച എന്ന് പറയുന്നത് മഹത്തരമല്ലേ? അതിനെക്കുറിച്ച് മറ്റെന്താണ് പിന്നെ നഷ്ടപ്പെടാനുള്ളത്? അതിനപ്പുറം വേറെന്തോ ഉള്ളത്? അത് കാഴ്ച ഉള്ളവൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ എന്താണ് ഏറ്റവും മഹത്തരമായ അവസ്ഥ അതല്ലേ? ഈ അടുത്ത ഒരാൾ എന്നോട് ചോദിച്ചാണ്, സാറേ പല വിഷയത്തെക്കുറിച്ച് പഠിച്ചു, ഇപ്പം ഡിസബിലിറ്റിയെക്കുറിച്ച് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇൻഡെക്സ് ഇല്ല എന്ന് തന്നെയാണല്ലോ ഒരു പഠനം. അതല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അന്വേഷണം നടത്തി നമ്മൾ പഠിച്ചാലല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൂ, ഞാൻ ഈ ഒരു തീസിസ് പഠിക്കുന്നതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപയോഗം വന്നാൽ അതാണ് എനിക്ക് സംതൃപ്തി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുന്ന ഒരു അറിവാണല്ലോ. നമ്മൾ പറയാറില്ലേ, സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു അറിവാണ് യഥാർത്ഥത്തിൽ. ഇതൊക്കെ നീ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തെ വെളിച്ചത്തിന് മങ്ങലുണ്ടെങ്കിലും ഉള്ളിലൊരു വലിയ വെളിച്ചമുണ്ടല്ലേ അങ്ങയെ നയിക്കുന്നു എന്നാണ് വിശ്വാസം. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. തളർന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ? തളർന്നു എന്ന് തോന്നിയിട്ട് പലപ്പോഴും ഇൻ്റർവ്യൂവിന് ഗസ്റ്റ് അധ്യാപനമായിട്ടൊക്കെ പോകുമ്പോൾ ജോലി കിട്ടാതിരുന്നപ്പോൾ നമുക്കൊന്നും പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമൂഹം ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. നല്ല കോൺഫിഡൻസ് തന്നിട്ട് അപ്പോൾ ആ കോൺഫിഡൻസാണ് ഞാൻ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ ആദ്യമൊന്നും രാത്രി നടക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പോലെ ഒരു അവയവമായിട്ട് ഈ സ്റ്റിക്കിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നടക്കാൻ പറ്റും. ഞാനതുകൊണ്ട് മാക്സിമം നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ സ്ഥലവും ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തളർന്നുള്ള തോന്നൽ ഇതുവരെ ഇല്ല. ഇനിയും അങ്ങനെ ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് സമയം കൊണ്ടാവും പോയില്ലേ? 17 വയസ്സ്. പ്രീ സബ്മിഷന് മോനാണ് വന്നത്. അവൻ പ്രീ സബ്മിഷൻ മഹാരാജ് കോളേജിലായിരുന്നു. എൻ്റെ PPT എല്ലാം ചെയ്തു തന്നു, ബാക്കിയെല്ലാം ചെയ്തു തന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, മരിക്കുന്ന തലേദിവസം പറഞ്ഞു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ പറഞ്ഞു. ആ കോൺഫിഡൻസ് എനിക്ക് നിലനിർത്താൻ പറ്റിയെന്നുള്ള വലിയ കാര്യം. അവന് ഞാൻ തളരുന്ന ഇഷ്ടമല്ല, ഞാൻ സങ്കടപ്പെടുന്നവന് ഇഷ്ടമല്ല, എൻ്റെ മോൻ ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ ഈ മക്കൾ ചേർത്ത് പിടിക്കുന്നുണ്ട് രണ്ടുപേരും. എനിക്കിപ്പോഴല്ല, വൈഫാണെങ്കിൽ എല്ലാം കാര്യങ്ങളും എഴുതി തന്നു തലേദിവസം തന്നെ. ഇപ്പോൾ കൊച്ചുമോള് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നുഹാ മറിയം. ഇവൾ നൗറിൻ, അവൾ 10ാം ക്ലാസ്സിലായി. എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്.
ഇങ്ങനെ പരസ്പരം നമ്മുടെ ഫാമിലിയും നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ അധികാരി വർഗവും എല്ലാം പരസ്പരം ചേർത്ത് പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സംവിധാനം ആരും ഡിസേബിൾ ആവില്ല, പിന്നെ എല്ലാവരും ഏബിളായിരിക്കും. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ഏബിളായിരിക്കും എന്നാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. സംതൃപ്തനാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല, സാറ് തന്നെ വൈൻഡപ്പ് ചെയ്തോളൂ. സാധാരണ അഭിമുഖം ഞാനാണ് വൈൻഡപ്പ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഒരു വൈൻഡപ്പിന് വേണ്ടി നമ്മൾ അവസാനിപ്പിക്കുന്നതല്ലാതെ ഈ കാര്യങ്ങൾ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എബിലിറ്റി എന്നത് ഒരിക്കലും അത് പെർമനൻ്റ് അല്ല, സ്ഥിരമല്ല. എബിലിറ്റി ഒരിക്കലും പെർമനൻ്റ് അല്ല. ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അദ്ദേഹം കണ്ണ് കാഴ്ച പറഞ്ഞ് ഗ്ലാസ് വയ്ക്കും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അവർ സ്റ്റെൻറ്റ് ഇടും. അയാൾ ഡിസേബിൾ എന്ന് പറയാറില്ല, ആൾ ഏബിളാണ്. അല്ലെങ്കിൽ നമുക്കറിയാം പല പ്രയാസം അനുഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് ഒരു വ്യക്തിയെ ഏബിൾഡ്, ഡിസേബിൾഡ് എന്ന് ഇങ്ങനെ തരംതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും കഴിവുകളുണ്ട്, അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ്. ആ കഴിവ് ചിലപ്പോൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടി വരും. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ മനസ്സിനെ തുറന്നു വെച്ചുകൊണ്ട്, മനസ്സിനെ നമ്മൾ തടസ്സരഹിതമാക്കിക്കൊണ്ട് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഡിസബിലിറ്റി എന്നത് പ്രശ്നമല്ല. എബിലിറ്റി എന്നുള്ളത് ഒരിക്കലും പെർമനൻ്റ്. എല്ലാവരും ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റിക്ക് വിധേയമാകേണ്ടി വരും. അറിയാമല്ലോ, അതാണ് അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആളുകളെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എൻ്റെ വാക്കുകൾ, നമുക്കറിയാം ഇന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്, വർത്തമാനം പറയാൻ ഒരുപാട്, കേൾക്കാൻ ആൾക്കാർ കുറവാണ് യഥാർത്ഥത്തിൽ. എന്നെ കേൾക്കാൻ ഇത്രയും സമയം സാർ ഈ ഒരു മനസ്സ്, ഈ ഒരു സന്നദ്ധത സാറ് അറിയിച്ചതിൽ എനിക്ക് അത് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഇന്നത്തെ ദിവസം എനിക്കൊട്ടും പാഴായില്ല. ഇന്നത്തെ ദിവസം എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റി എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് സാർ. ഞാൻ ശരിക്കും എന്താ പറയുന്നത്, ചോദ്യം ചോദിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഈ അതിലേക്ക്, ഇദ്ദേഹത്തിലേക്ക്, ഈ അസ്ഹർ സാറിലേക്ക് ഞാൻ അങ്ങടങ്ങ് ആഴ്ന്നിറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിന്നത് ഇത് കേട്ടതും ഈ അഭിമുഖവും ഒരു എന്താ പറയുന്നത്, വല്ലാത്തൊരു ഒരു 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 തിരിച്ചറിവും ഒരു ഊർജവും ഒക്കെയാണ് എന്നെ സ്വാധീനിക്കുന്ന, എൻ്റെ വാക്കുകളെ, എൻ്റെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വലിയ അനുഭവം. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ അക്ഷരപുസ്തകത്തെക്കാൾ എത്രയോ മഹത്തരമാണ് അനുഭവ പുസ്തകം അഥവാ അനുഭവ സാക്ഷ്യം. ആ അനുഭവമാണ് ഈ PhD തീസിസിലൊന്നും, ആകെ ഇത്രയും വരുന്ന ഒരു ചെറിയ വോളിയം ബുക്കിലൊന്നും ഒതുക്കാൻ കഴിയാത്ത, ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഇതിനേക്കാൾ വലിയ എത്രയോ വലിപ്പമുള്ള ഏടുകളായി മാറുന്ന ഒരു ജീവിത സഞ്ചാരത്തിൻ്റെ ഒരു സമുദ്രത്തിലിങ്ങനെ ഒരു വിരൽ തൊട്ട് അതിങ്ങനെ അതിൽ തുള്ളി ഇങ്ങനെ അത്രത്തോളം കുറച്ച് മാത്രമാണെങ്കിലും അത്ര ഭംഗിയോടെയാണ്, അത്ര മനോഹരമായിട്ടാണ് ഇത്, ഈ ഇൻ്റർവ്യൂ, ഈ അഭിമുഖം, ഈ അനുഭവം പറച്ചിൽ അല്ലെങ്കിൽ ഈ ജീവിത സാക്ഷ്യം ഞാൻ കേട്ടിരുന്നത്. നിങ്ങളെപ്പോലെ ബാക്കി നിങ്ങൾക്ക് വിടുന്നു.